Good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ, സോ നമുക്ക് പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി റിലേഷനും അതേപോലെ എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷനും അറിയാം. അതുപോലെ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിൽ എങ്ങനെയാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ആപ്ലിക്കേഷൻ കൂടിയാണ്. അതിലൊന്ന് ബീറ്റ ഡി കെ ആണ്, അതേപോലെ മറ്റൊന്ന് മീസോൺ തിയറിയാണ്. ഓക്കെ, യുക്കാവാസ് മീസോൺ തിയറി. അത് മീസോൺ തിയറി പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് യുക്കാവ എന്ന് പറയുന്നത്. സോ യുക്കാവാസ് മീസോൺ തിയറിയും അതേപോലെ ബീറ്റ ഡി കെയും, ഇങ്ങനെ രണ്ട് ആപ്ലിക്കേഷൻ കൂടിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബുക്ക് ഫോർ സ്റ്റഡിയിൽ ഈ ആപ്ലിക്കേഷൻസൊക്കെ പ്രോബ്ലംസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത് ബീറ്റ ഡി കെ ആണ്. അപ്പോൾ ബീറ്റ ഡി കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ന്യൂക്ലിയർ ബീറ്റ ഡി കെ, സോ ഇതാണ്, ഇൻ ന്യൂക്ലിയർ ബീറ്റ ഡി കെ ഇലക്ട്രോൺസ് ആർ ഒബ്സർവ്ഡ് ടു ബി ഇജക്റ്റഡ് ഫ്രം ദി അറ്റോമിക് ന്യൂക്ലിയസ്. Okay, suppose we assume that electrons are somehow trapped within the nucleus and that occasionally one escapes and is observed in the laboratory. Take the diameter of a typical nucleus to be 1 into 10 raised to minus 14 meter and use the uncertainty principle to estimate the range of kinetic energies that such an electron must have. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിൽ ഇത് ഉൾപ്പെടുത്തേണ്ടതില്ല, മറിച്ച് ഈ ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാവുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് ബീറ്റ ഡി കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും അതേപോലെ ന്യൂട്രോണുമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സ്, നമുക്ക് ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബീറ്റ പ്ലസ് ഡി കെയും ഉണ്ട്, ഒന്ന് ബീറ്റ മൈനസ് ഡി കെയും ഉണ്ട്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ബീറ്റ ഡി കെ എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്: ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള, ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ കൺസിഡർ ചെയ്യുന്ന ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇതിൻ്റെ അറ്റോമിക് നമ്പർ ഇസഡും മാസ് നമ്പർ എയും ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്. ഓക്കെ, അപ്പോൾ ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സിൽ സംഭവിക്കുന്നത്, ഈ ബീറ്റ മൈനസ് ഡി കെ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സിൽ സംഭവിക്കുന്ന ഇതാണ്: ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോൺ, ഓക്കെ, ഇതാണ് ന്യൂട്രോൺ. ന്യൂട്രോണിനെ സംബന്ധിച്ച് അറ്റോമിക് നമ്പർ 0, മാസ് നമ്പർ 1 ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോൺ എന്തായിട്ട് മാറുന്നു? ഒരു പ്രോട്ടോൺ. ഓക്കെ, ഒരു പ്രോട്ടോണും അതേപോലെ തന്നെ ഒരു ഇലക്ട്രോണുമായിട്ട് മാറുന്നു. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും അതേപോലെ ഒരു ഇലക്ട്രോണുമായിട്ട് മാറുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ എമിറ്റ് ചെയ്യുന്നത് ഇവിടെ ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ കൂടിയുണ്ട്. ഓക്കെ, ന്യൂട്രിനോ, ഇത് ഒന്നിൽ ന്യൂട്രിനോയും മറ്റ് ബീറ്റ മൈനസ് ഡി കെയിൽ ന്യൂട്രിനോ ആണെങ്കിൽ ബീറ്റ പ്ലസ് ഡി കെയിൽ ആൻറ്റി ന്യൂട്രിനോയാണ്. ഓക്കെ, സോ നമുക്കിവിടെ ന്യൂട്രിനോ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അത് നിങ്ങൾ ഇനി പാർട്ടിക്കിൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നമ്മളിപ്പോൾ എന്താണ് ഈ ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിനുള്ളിലുള്ള ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ബീറ്റ ഡി കെയിൽ ഈ ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് മാറുമ്പം ഈ ഇലക്ട്രോണിനെ ഈ ആറ്റം എന്ത് ചെയ്യും? ഇത് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യും, ഈ ന്യൂക്ലിയസിൽ നിന്നും പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അൾട്ടിമേറ്റ്ലി അവിടെ സംഭവിച്ചത് എന്താണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ന്യൂട്രോൺ എന്തായിട്ട് മാറി? ഒരു പ്രോട്ടോണായിട്ട് മാറി. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത എലമെൻറ്റ് എക്സ് ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ ഇസഡ് ആയിരുന്നു, അതിപ്പോൾ ഒന്ന് കൂടി ഇസഡ് പ്ലസ് 1 ആയിട്ട് മാറി. കാരണം ന്യൂട്രോണിനെ സംബന്ധിച്ച് ഇവിടെ 0 ആയിരുന്നു, അത് ഇവിടെ എത്തിയപ്പോൾ എന്തായി? 1 ആയിട്ട് മാറി. എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ ഒന്ന് കൂടി. സ്വാഭാവികമായിട്ടും എലമെൻറ്റ് ചേഞ്ചായി,
മാസ് നമ്പർ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് ബീറ്റ ഡി കെ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ന്യൂക്ലിയസിൽ നിന്നും പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ഓക്കെ, ഈ ഇലക്ട്രോൺ ഒരിക്കലും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ന്യൂട്രോണുകളും പ്രോട്ടോണുകളും മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിന് ഒരിക്കലും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻ ന്യൂക്ലിയർ ബീറ്റ ഡി കെ ഇലക്ട്രോൺസ് ആർ ഒബ്സർവ്ഡ് ടു ബി ഇജക്റ്റഡ് ഫ്രം ദ അറ്റോമിക് ന്യൂക്ലിയസ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നു, ഇജക്റ്റ് ചെയ്യുന്നു. സപ്പോസ് വി അസ്യൂം ദാറ്റ്, നമ്മളോട് അസ്യൂം ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സപ്പോസ് വി അസ്യൂം ദാറ്റ് ഇലക്ട്രോൺസ് ആർ സംഹൗ ട്രാപ്ഡ് വിത്തിൻ ദ ന്യൂക്ലിയസ്. ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് ദാറ്റ് ഒക്കേഷണലി വൺ എസ്കേപ്സ് ആൻഡ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ലബോറട്ടറി. അങ്ങനെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ടേക്ക് ദ ഡയമീറ്റർ ഓഫ് എ ടിപ്പിക്കൽ ന്യൂക്ലിയസ് ടു ബി. നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ 1 × 10⁻⁴ മീറ്റർ ആണ് എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യൂസ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ടു എസ്റ്റിമേറ്റ് ദ റേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി ദാറ്റ് സച്ച് ആൻ ഇലക്ട്രോൺ മസ്റ്റ് ഹാവ്. അങ്ങനെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ഈ പറഞ്ഞ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെയാണ് പറയെടുക്കുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോൺ ട്രാപ്ഡ് ആണെന്നല്ല പറഞ്ഞത്. സോ ഈഫ് ആൻ ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ഇൻ എ റീജിയൻ, ഈഫ് ആൻ ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ഇൻ എ റീജിയൻ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന ഇലക്ട്രോണാണ്. സോ ഇഫ് ആൻ ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ഇൻ എ റീജിയൻ ഓർ ന്യൂക്ലിയസ് ഓഫ് ഡയമീറ്റർ അല്ലെങ്കിൽ വിഡ്ത്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ നമ്മളോട് 1 × 10⁻⁻14 മീറ്റർ. 1 × 10⁻⁻14 എന്ന് വെച്ചാൽ 10⁻⁻14 മീറ്റർ ആണ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എത്രയായിരിക്കും? ദി അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, അതായത് 10⁻⁻14 മീറ്റർ ഡയമീറ്ററുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഈ ഇലക്ട്രോൺ ഉള്ളത് എന്ന് നമുക്കറിയാം. നമ്മൾ അസ്യൂം ചെയ്തു ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആണ്. അപ്പോൾ 10⁻⁻14 മീറ്റർ ഡയമീറ്ററുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഇലക്ട്രോൺ എന്ന് നമുക്കറിയൂ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇലക്ട്രോണിൻ്റെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് എടുക്കേണ്ടി വരും? 10⁻⁻14 മീറ്ററാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ തന്നെയായിരിക്കും ഈ പൊസിഷൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത് Δx × Δpx ഈസ് ഇൻ ദ ഓർഡർ ഓഫ് h കട്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാമല്ലോ. അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് h⁻/Δx ആണ്. ഓക്കെ, h⁻/Δx. നിങ്ങൾ നോക്കുക, ഞാനിത് രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഞാൻ ആ രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ്, അതായത് ഏതാണ് കൂടുതൽ എളുപ്പം, ഏത് മെത്തേഡിൽ കൂടി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ എന്ന് മനസ്സിലാവും. സോ ഞാനിത് ഫസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, മെത്തേഡ് 1 ആദ്യത്തെ മെത്തേഡിൽ കൂടി ചെയ്യാം. അപ്പം Δpx എന്ന് പറയുന്നത് h⁻/Δx ആണ്. നമുക്ക് h⁻ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് നിങ്ങൾ ഓർത്തിരിക്കണം, 1.05 × 10⁻34 യൂണിറ്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം, ജൂൾ സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ Δx അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ നമ്മളിപ്പോൾ 10⁻⁻14 മീറ്റർ ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 1.05 × 10⁻⁻20 kg/m/s എന്ന് കിട്ടും. ഓക്കെ, 1.05 × 10⁻⁻20 kg/m/s. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് ശരിക്കും എന്താണ്? ഈ ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോൺ ട്രാപ്ഡ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ അങ്ങനെയുള്ള ആ ഇലക്ട്രോണിൻ്റെ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റമാണ് അല്ലേ? ഓക്കെ, സോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഇതാണ്. ദിസ് ഈസ് ദി അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. This is the uncertainty in momentum. This is the uncertainty in momentum of the electron trapped in the nucleus. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്?
കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. അങ്ങനെ ട്രാപ്ഡ് ആയിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമുക്കറിയാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് കാണുന്നത്? ടോട്ടൽ എനർജി മൈനസ് ഇതിൻ്റെ റെസ്റ്റ് മാസ് എനർജിയാണ്. ഓക്കെ, കാരണം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് റെസ്റ്റ് മാസ് എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി മൈനസ് റെസ്റ്റ് മാസ് എനർജി ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? നമ്മൾ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ എടുക്കണം. p²c² പ്ലസ് m0² c⁻⁴ ആണ് ടോട്ടൽ എനർജി. ഇതിൽ നിന്നും ഈ പറഞ്ഞ റെസ്റ്റ് എനർജി m0c² കുറയ്ക്കണം. ഇനി നമുക്കിപ്പോൾ അറിയാവുന്നത് ഡെൽറ്റ പി എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏത്? നമ്മൾ ഡെൽറ്റ പി എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് 1.05 × 10⁻⁻20 kg/m/s എന്ന്. നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേണ്ടത് പി ആണ്, അല്ലെങ്കിൽ പി എക്സ് ആണ് നമുക്ക് വേണ്ടത്. ഡെൽറ്റ പി എക്സിൽ നിന്നും പി എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് യൂസിങ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് അൺസർട്ടനിറ്റി, നമ്മളവിടെ ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരുന്നു? ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ്, റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞില്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് p(x²) ആവറേജ്. ഓക്കെ, p(x²) ആവറേജിൻ്റെ റൂട്ടാണ് ഡെൽറ്റ പി എക്സ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ p(x²) ആവറേജ് എന്ന് പറയുന്നത് ഡെൽറ്റ പി എക്സിൻ്റെ സ്ക്വയർ ആണ് എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചാൽ 1.05 × 10⁻⁻20 സ്ക്വയർ ആയിരിക്കും ഈ പറഞ്ഞ p(x² ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ p(x² ആവറേജ് ആണ് നമ്മളിവിടെ ഈ എക്സ്പ്രഷനിൽ എടുക്കേണ്ട p² എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപയോഗിച്ച് ഈ കൈനറ്റിക് എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയായിരുന്നു. ഒന്നുകൂടെ എഴുതാം. √p² c² പ്ലസ് m0² c⁻⁴ മൈനസ് m0c² ആണ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു √, ഈ വാല്യൂസ് കൊടുക്കണം. p² എന്ന് പറഞ്ഞാൽ നമ്മുടെ p(x²) ആണ്. ആ p(x² എന്ന് പറഞ്ഞാൽ അത് ഡെൽറ്റ p(x²) ആണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഈ p² എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് 1.05 × 10⁻⁻20 സ്ക്വയർ ആണ്. പിന്നെ ഇവിടെ c² ഉണ്ട്. c എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. സോ അതിൻ്റെ സ്ക്വയർ പ്ലസ് നമുക്കിവിടെ എന്തുണ്ട്? ഈ m0² c⁻⁴ ഉണ്ട്. m0² c⁻⁴. അപ്പോൾ നമുക്ക് m0 എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസാണ് അല്ലേ? ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസാണ്. ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാമാണ്. സോ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു c⁻⁴ എന്ന് പറയുമ്പോൾ 3 × 10⁻8⁴. ഇത്രയും ഇതിൻ്റെ റൂട്ട് മൈനസ് വീണ്ടും m0c², ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് എനർജി. അപ്പോൾ m0 എന്ന് പറയുന്നത് വീണ്ടും 9.1 × 10⁻31 കിലോഗ്രാം ഇൻറ്റു c എന്ന് പറയുന്നത് 3 × 10⁸ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഈ പുറത്ത് കിടക്കുന്ന ഇതിന് റൂട്ടില്ല. ആദ്യത്തെ ടേമിനാണ് റൂട്ടുള്ളത്, സെക്കൻഡ് ടേമിന് റൂട്ടില്ല. ഓക്കെ, നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ തെറ്റാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. സോ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം കാൽക്കുലേഷനിൽ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, നമ്മളെല്ലാം SI യൂണിറ്റിലല്ലേ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി കിട്ടുന്നത് ഏതിലായിരിക്കും? SI യൂണിറ്റിലായിരിക്കും. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3.06924 × 10⁻⁻12 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ഈ ജൂളിനെ ഞാൻ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റുകയാണ്. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണമെങ്കിൽ ഈ പറഞ്ഞ 3.06924 × 10⁻⁻12 നമുക്കറിയാം. ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ 1.6 × 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്കിത് ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 19.1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, 19.1 മെഗാ ഇലക്ട്രോൺ. അപ്പോൾ ഇതാണ് നമുക്ക് കാൽക്കുലേഷൻ നടത്താനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതെന്ത് ചെയ്തു? SI യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കൈനറ്റിക് എനർജി കണ്ടു. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറേ കൂടി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. കാരണം ഈ കുറേ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കുറേ സ്ക്വയർ എടുക്കാനുണ്ട്, ⁻⁴ എടുക്കാനുണ്ട്, പിന്നെ റൂട്ട് എടുക്കാനുണ്ട്, അങ്ങനെ കുറേ അധികം കാൽക്കുലേഷൻസ് വരുന്നുണ്ട്.
ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ സിമ്പിളാക്കാനുള്ളൊരു മെത്തേഡാണ്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോവും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഡെൽറ്റ എക്സ് നമുക്കറിയാം. ഡെൽറ്റ എക്സ് എത്രയാണ്? 10⁻14 മീറ്റർ തന്നെയാണ് ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മളിവിടുന്ന് എന്ത് ചെയ്യുന്നു? ഓക്കെ, ഞാനത് നെക്സ്റ്റ് പേജിലേക്ക് ചെയ്യാം. നമുക്കിവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 10⁻14 മീറ്റർ ആണെന്നറിയാം. നമുക്ക് ഡെൽറ്റ പി എക്സ് കാണും. ഓക്കെ, സോ ഡെൽറ്റ പി എക്സ് കാണാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുന്നു? ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് എച്ച് ബാർ ബൈ ഡെൽറ്റ എക്സ് ആണെന്നറിയാം. ഇവിടെ ചെയ്തിരിക്കുന്ന ഇതാണ്. ഞാനിതിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു സി കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ എച്ച് ബാർ സി, താഴെ സി ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ ഇതിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇനി ഈ എച്ച് ബാർ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എച്ച് ബാർ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇത് എച്ച് ബാർ സിയുടെ വാല്യൂ ഈസ് 197 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഫെംറ്റോമീറ്റർ ആണ്. ഓക്കെ, 197 MEV FM ആണ്. ഡിവൈഡഡ് ബൈ ഈ സി ഇതേപോലെ തന്നെ ഇവിടെ വെക്കുന്നു. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 10⁻14 മീറ്റർ ആണല്ലോ. 10⁻14 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് 1 × 10⁻14 മീറ്റർ എന്ന് വെച്ചാൽ ഇത് ശരിക്കും 10 × 10⁻15 മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്കിതിനെ 10 ഫെംറ്റോമീറ്റർ എന്ന് വിളിക്കാം. 10⁻15 മീറ്റർ ആണ് ഫെംറ്റോമീറ്റർ. അപ്പോൾ ഇത് സി ഇൻറ്റു ഡെൽറ്റ എക്സിനെ എനിക്ക് 10 ഫെംറ്റോമീറ്റർ എന്ന് കൊടുക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഫെംറ്റോമീറ്ററും ഈ ഫെംറ്റോമീറ്ററും കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ 197/10 എന്ന് പറയുന്നത് 19.7 MEV, താഴെ എന്തുണ്ട്? ഡിവൈഡഡ് ബൈ ഒരു സി ഉണ്ട്. ഇങ്ങനെ കിട്ടും. ഇനി ഈ എച്ച് ബാർ സി എന്ന് പറയുന്നത് 197 MEV FM ആണെന്ന് നമ്മളപ്പോൾ ഓർത്തിരിക്കേണ്ടതായിട്ട് വരും. ഇനി ഞാൻ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ എച്ച് ബാർ സിയുടെ വാല്യൂ കിട്ടിയതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ എച്ച് ബാർ സി, എച്ച് ബാറിൻ്റെ വാല്യൂ എത്രയാണ്? എച്ച് ബാറിൻ്റെ വാല്യൂ നമുക്കറിയാം, അത് 1.05 × 10⁻34 ജൂൾ സെക്കൻഡ് ആണെന്ന് അറിയാം. ഓക്കെ, ഇത്രയും ജൂൾ സെക്കൻഡാണ്. ഇനി സി എന്ന് പറയുന്നത് എത്രയാണ്? സി എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഈ സെക്കൻഡും ക്യാൻസലായി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3.15 × 10⁻26, പിന്നെ എന്താ ഉള്ളത്? ജൂളും മീറ്ററും. ഓക്കെ, ഞാൻ ഈ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റുന്നു എന്ന് വിചാരിക്കാം. ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കിപ്പോൾ എച്ച് ബാർ സി എന്ന് പറയുന്നത് 3.15 × 10⁻26 ജൂൾ മീറ്ററാണ്. ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 1.6 × 10⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജിയുടെ യൂണിറ്റ് EV ആയിരിക്കും. ഇവിടെ മീറ്റർ തന്നെയുണ്ട്. സോ EV × മീറ്റർ എന്ന് വരും. ഈ കാൽക്കുലേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.97 × 10⁻7 ഇലക്ട്രോൺ വോൾട്ട് മീറ്റർ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇതിനെ എനിക്ക് 197 × 10⁻9 ഇലക്ട്രോൺ വോൾട്ട് മീറ്റർ ആണെന്ന് പറയാം. സോ ഇതിനെ 197 ഈ 10⁻9 എന്നുള്ളതിനെ ഞാൻ 10⁻15 × 10�6 ഇലക്ട്രോൺ വോൾട്ട് മീറ്റർ എന്ന് എടുക്കുന്നു. എന്തിനാണ് ഇങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻15 മീറ്ററാണ് ഫെംറ്റോമീറ്റർ, 10�6 ഇലക്ട്രോൺ വോൾട്ടാണ് മെഗാ ഇലക്ട്രോൺ വോൾട്ട്. എന്ന് വെച്ചാൽ എനിക്കിതിനെ 197 10�6 EVയെ ഞാൻ MEV എന്നും 10⁻15 മീറ്ററിനെ FM എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും എത്രയായി? 197 MEV FM എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് എച്ച് ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 197 MEV FM കിട്ടി. ആ വാല്യൂ ആണ് ഞാൻ ഈ കാൽക്കുലേഷനിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പം നിങ്ങൾ എച്ച് ബാർ സിയുടെ വാല്യൂ 197 MEV FM ആണെന്ന് പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. ഇല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. നോ, അപ്പോൾ ഡെൽറ്റ പി എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കൈനറ്റിക് എനർജിയാണ് കാണേണ്ടത്. കൈനറ്റിക് എനർജി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. √P² C² + m02 c⁴ m02 c⁴ മൈനസ് m0 c² എന്ന് വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് പി എക്സ് അല്ലെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ അറിയണം. നമുക്കിപ്പോൾ ഡെൽറ്റ പി അറിയൂ. മൊമെൻറ്റത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. px² ആവറേജ് എന്ന് പറയുന്നത് ശരിക്കും ഡെൽറ്റ px² തന്നെയാണ്. അപ്പോൾ ഡെൽറ്റ px² നിങ്ങൾക്കറിയാമല്ലോ.
ഡെൽറ്റ പി എക്സ് എത്രയാണെന്ന് നമുക്കിപ്പോൾ കിട്ടിയേ? ഇവിടെയുണ്ട് ഡെൽറ്റ പി എക്സ്. ഡെൽറ്റ പി എക്സ് 19.7 MEV/C ആണ്. അപ്പോൾ ഡെൽറ്റ പി എക്സ് സ്ക്വയർ എത്ര വരും? 19.7 സ്ക്വയർ, ദെൻ ഇവിടെ എല്ലാ സ്ക്വയർ അല്ലേ, MEV സ്ക്വയർ ഡിവൈഡഡ് ബൈ C സ്ക്വയർ എന്ന് വരും. ഇതായിരിക്കും നമ്മുടെ പി എക്സ് സ്ക്വയർ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എക്സ്പ്രഷൻ അറിയാം. അത് സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് M0 സ്ക്വയർ C⁴ മൈനസ് റൂട്ടിൻ്റെ പുറത്ത് M0 C സ്ക്വയർ എന്നാണ്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് എനർജി ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? റെസ്റ്റ് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ M0 C സ്ക്വയർ ഇതെന്ന് പറയുന്നത് MEVയിൽ നമ്മൾ നേരത്തെ ഇത് ഓർത്തിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. 0.511 MEV ആണ് ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് എനർജി. ഓക്കെ, M0 C സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ പി സ്ക്വയർ നമ്മളിപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതെത്രയാണ്? 19.7 സ്ക്വയർ ദെൻ MEV സ്ക്വയർ ബൈ C സ്ക്വയർ എന്നുണ്ട്. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു C സ്ക്വയർ ഉണ്ട്. ആ C സ്ക്വയറിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ C സ്ക്വയർ എന്ന് കൊടുക്കുന്നു, കാരണം അത് താഴത്തെ C സ്ക്വയർ ആയിട്ട് ക്യാൻസൽ ആയിപ്പോയിക്കോളും. പ്ലസ് ഇവിടെ M0 സ്ക്വയർ C⁴. M0 സ്ക്വയർ C⁴ എന്ന് പറഞ്ഞത് M0 C സ്ക്വയറിൻ്റെ സ്ക്വയറാണ്. M0 C സ്ക്വയർ 0.511 MEV ആണ്. സോ ഇത് 0.511 MEVയുടെ സ്ക്വയർ എന്ന് വരും. എന്ന് വെച്ചാൽ 0.511 സ്ക്വയർ ഇൻറ്റു MEV സ്ക്വയർ. നൗ മൈനസ് M0 C സ്ക്വയർ. M0 C സ്ക്വയർ ഈസ് അഗെയിൻ 0.511 MEV ആണ്. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഈ C സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പോൾ ആദ്യത്തെ ടേമിൽ 19.7 സ്ക്വയർ പ്ലസ് 0.511 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷൻ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇവിടെ MEV സ്ക്വയർ ഉണ്ട്, ഇവിടെ MEV സ്ക്വയർ ഉണ്ട്. അതിനെ കോമൺ ആയിട്ട് എടുക്കാം, എന്നിട്ട് അത് റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ MEV ആയിക്കോളും. അപ്പോൾ ഈ കാൽക്കുലേഷൻ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 19.1 MEV എന്ന് കിട്ടും. നമ്മൾ മുമ്പേ ചെയ്തപ്പോഴും നമുക്കിത് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്തു. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കാണാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? അങ്ങനെയാണെങ്കിൽ ഇത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 19.1 MEV എന്ന് കിട്ടി. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പറയാം, ദാറ്റ് ഈസ് if free electron exists inside a nucleus, it shall have a minimum kinetic energy. Kinetic energy of 19.1 MEV. ഓക്കെ, പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞു ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സ് പറഞ്ഞിരുന്നു. ഈ ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഈ ന്യൂക്ലിയസിൽ നിന്നും എന്ത് എമിറ്റ് ചെയ്യുന്നുണ്ട്? ഞാൻ പറഞ്ഞു ബീറ്റ ഡി കെ സംഭവിക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് മാറുകയാണ്. ആ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എനർജി എന്ന് പറയുന്നത് സാധാരണ 1 MEV എനർജിയാണ്. ഓക്കെ, 1 MEV, പല എനർജി ഉണ്ടാവും. അതായത് മിനിമം 1 MEV എനർജി ഉള്ള ഇലക്ട്രോണുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിൽക്കാൻ സാധിക്കാതെ പുറത്തേക്ക് എമിറ്റ് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ 19.1 MEV ഉള്ള എനർജിയുള്ള ഒരു ഇലക്ട്രോൺ ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യപ്പെടും? പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ബട്ട് ഇലക്ട്രോൺസ് emitted in nuclear beta decay typically have kinetic energy of about 1 MeV. This clearly indicates that എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോ ദിസ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ്
free electrons cannot exist inside the nucleus. അപ്പോൾ ഫ്രീ ഇലക്ട്രോണിന് ഒരിക്കലും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞു ഈ ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു ഇലക്ട്രോൺ 1 MeV എനർജി ഉണ്ടെങ്കിൽ പോലും അതെന്ത് ചെയ്യപ്പെടും, പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടും, അതിൻ്റെ ഉള്ളിൽ നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കാൽക്കുലേഷനിൽ നമുക്ക് കിട്ടിയത് 19 MeV ആണ്. 1 MeV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 19 ടൈംസ് ആണ്. അപ്പോൾ അത്രയും എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ ഒരിക്കലും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. അതും സ്വാഭാവികമായിട്ടും ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്: ഫ്രീ ഇലക്ട്രോൺസ് കനോട്ട് എക്സിസ്റ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഒരു ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക, ഷോ ദാറ്റ് ഫ്രീ ഇലക്ട്രോൺസ് കനോട്ട് എക്സിസ്റ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമുക്കത് എന്ത് ഉപയോഗിച്ച് കാണിക്കാൻ പറ്റും? അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് ഈ പറഞ്ഞ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ നമ്മൾ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻ പഠിച്ചിരുന്നു. എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ യുക്കാവാസ് മീസോൺ തിയറി. മീസോൺ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്ക് ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കാനുണ്ട്. ആ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടത് പഠിക്കും. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, ഇതൊരു ന്യൂക്ലിയസ് ആണെന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമുക്ക് ന്യൂട്രോണുകളും പ്രോട്ടോണുകളുമാണുള്ളതെന്നറിയാം. അപ്പോൾ ഈ ന്യൂട്രോണുകളെയും പ്രോട്ടോണുകളെയും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രോണുകളും പ്രോട്ടോണുകളും തമ്മിൽ, അതായത് ന്യൂട്രോണുകൾ തമ്മിലും പ്രോട്ടോണുകൾ തമ്മിലും ന്യൂട്രോണുകളും പ്രോട്ടോണുകളും തമ്മിലും എന്ത് ചെയ്യുന്നുണ്ട്? ചില ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സുകളുടെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നിരിക്കുന്നത്. ഈ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ ഫോഴ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് മീസോൺ എന്ന് പറയുന്നത്. അതായത് 2 ന്യൂട്രോണുകൾ തമ്മിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിൽ ഒരു പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഒരു പാർട്ടിക്കിൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ആ പാർട്ടിക്കിളിനെ നമ്മൾ മീസോൺ എന്ന് വിളിക്കുന്നു. അപ്പം ന്യൂക്ലിയർ ഫോഴ്സിന് റെസ്പോൺസിബിൾ ആയിട്ട് ഇതുപോലെ തന്നെയാണ് പ്രോട്ടോണുകളും തമ്മിലും അതേപോലെ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും തമ്മിലുള്ള ഫോഴ്സിലൊക്കെ ഇവിടുത്തെ എക്സ്ചേഞ്ച് പാർട്ടിക്കിളായിട്ട് ആക്ട് ചെയ്യുന്നതാണ് മീസോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറിയാണ് നമ്മുടെ യുക്കാവാസ് മീസോൺ തിയറി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നെക്സ്റ്റ് സെമസ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കത് പഠിക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം എന്താണ് മീസോൺ എന്ന് മാത്രം മനസ്സിലാക്കുക. ന്യൂക്ലിയർ ഫോഴ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് പാർട്ടിക്കിളാണ് മീസോൺ എന്ന് മാത്രം മനസ്സിലാക്കുക. നൗ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സോ എ ചാർജ്ഡ് പൈ മീസോൺ. ഓക്കെ, അത് പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മീസോൺ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ഇപ്പോൾ ഇവിടെ ചാർജ്ഡ് പൈ മീസോൺ എന്ന് പറയുന്നുണ്ട്. ചാർജ്ഡ് പൈ മീസോൺ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ പൈ പ്ലസ് മീസോൺ, അതുപോലെ തന്നെ പൈ മൈനസ് മീസോൺ ഉണ്ട്. ഇനി ചാർജ് ഇല്ലാത്ത മീസോൺ ഉണ്ട്, അത് പൈ സീറോ മീസോൺ എന്ന് പറയും. പിന്നെ ഇത് പൈ മീസോൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇത് കൂടാതെ മറ്റ് ചില മീസോൺസ് ഉണ്ട്. നിങ്ങളത് മീസോണിൻ്റെ ഡീറ്റെയിൽഡ് തിയറി പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പൈ പ്ലസ് പൈ മൈനസ് മീസോണിനെ ചേർത്ത് നമ്മൾ ചാർജ്ഡ് പൈ മീസോൺ എന്നുള്ള അർത്ഥത്തിൽ ഒരു മീസോൺ പറഞ്ഞു, ചാർജ്ഡ് പൈ മീസോൺ. അതുപോലെ അൺചാർജ്ഡ് പൈ മീസോൺ. പിന്നെ മറ്റൊരു മീസോൺ പറഞ്ഞിരിക്കുന്നത് റോ മീസോണാണ്. റോ മീസോൺ. ഇങ്ങനെ പല തരത്തിലുള്ള മീസോൺസ് ഉണ്ട്. അപ്പോൾ എനിവേ നമുക്കതൊന്നും ഇവിടെ പ്രധാനപ്പെട്ടതല്ല. നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: എ ചാർജ്ഡ് പൈ മീസോൺ എന്ന് വെച്ചാൽ പൈ പ്ലസ് ആവാം, പൈ മൈനസ് ആവാം. എ ചാർജ്ഡ് പൈ മീസോൺ ഹാസ് എ റെസ്റ്റ് എനർജി ഓഫ് 140 MeV. ഒരു ചാർജ്ഡ് പൈ മീസോണിൻ്റെ റെസ്റ്റ് എനർജി പറഞ്ഞിട്ടുണ്ട് 140 MeV ആൻഡ് എ ലൈഫ് ടൈം ഓഫ് 26 നാനോസെക്കൻഡ്. അതായത് ആ ചാർജ്ഡ് പൈ മീസോണിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 26 നാനോസെക്കൻഡ് ആണ്. എന്ന് വെച്ചാൽ 26 നാനോസെക്കൻഡ് കഴിഞ്ഞാൽ ഇത് ഡീക്കേ ചെയ്തു പോകും, പിന്നെ അത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ ഒരു ചാർജ്ഡ് പൈ മീസോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്ര നേരമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ? അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് വെറും 26 നാനോസെക്കൻഡ് ആണ്. എന്ന് വെച്ചാൽ 26 × 10⁻⁹ അത്രയും ചെറിയ ലൈഫ് ടൈമാണ്. ഫൈൻഡ് ദ എനർജി അൺസർട്ടനിറ്റി ഓഫ് ദ പൈ മീസോൺ. നമ്മളോട് എനർജി അൺസർട്ടനിറ്റി കാണാനാണ്, എക്സ്പ്രസ്ഡ് ഇൻ MeV കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ എ ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്സ് റെസ്റ്റ് എനർജി.
അതുപോലെ അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്സ് റെസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എനർജിയെ ഇ എന്നെടുത്താൽ അൺസർട്ടൻറ്റി എനർജി ഡെൽറ്റ ഇ ആണെങ്കിൽ ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ ഇ കാണാൻ ആവശ്യപ്പെട്ടിരിക്കും. ഇനി അടുത്തത് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ഫോർ അൺചാർജ്ഡ് പൈ മീസോൺ. ഇതേ നമ്മളിപ്പോൾ ചെയ്യുന്ന അതേ കാര്യം ഒരു അൺചാർജ്ഡ് പൈ മീസോണിന് റിപ്പീറ്റ് ചെയ്യുക. അൺചാർജ്ഡ് പൈ മീസോണിൻ്റെ റെസ്റ്റ് എനർജി 135 MeV ആണ്. ലൈഫ് ടൈം 8.3 × 10⁻⁻17 സെക്കൻഡാണ്. ഇവിടെ 10⁻⁻9 സെക്കൻഡ് ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ 10⁻⁻17 സെക്കൻഡ് ആയി എന്ന് വെച്ചാൽ വീണ്ടും ലൈഫ് ടൈം കുറഞ്ഞു. അടുത്തത് റിപ്പീറ്റ് ഫോർ ദ റോ മീസോൺ വിത്ത് എ റെസ്റ്റ് എനർജി ഓഫ് 765 MeV ആൻഡ് ലൈഫ് ടൈം 4.4 × 10⁻⁻24. വീണ്ടും ലൈഫ് ടൈം കുറഞ്ഞു. റോ മീസോണിൻ്റെ റെസ്റ്റ് എനർജി 765 MeV ആണ്, ലൈഫ് ടൈം 4.4 × 10⁻⁻24 സെക്കൻഡാണ്. അപ്പോൾ ഈ കേസിൽ നമ്മളോട് ഇത് റിപ്പീറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈൻഡ് ദ എനർജി അൺസർട്ടനിറ്റി ഓഫ് ദ പൈ മീസോൺ എക്സ്പ്രസ്ഡ് ഇൻ MeV. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ കാണേണ്ടത് ഏത് യൂണിറ്റിലാണ്, MeVയിലാണ് കാണേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ചാർജ്ഡ് പൈ മീസോണിൻ്റെ കേസിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ദി പൈ മീസോൺ, അതായത് ചാർജ്ഡ് പൈ മീസോൺ, ഓക്കെ, ഇഫ് ദി ചാർജ്ഡ് പൈ മീസോൺ ലീവ്സ് ഫോർ 26 നാനോസെക്കൻഡ്, ലൈഫ് ടൈം 26 നാനോസെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം നമ്മളോടിവിടെ ഇതിൻ്റെ എനർജി മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ടൈം മാത്രമേ ബാക്കിയുള്ളൂ? ഈ 26 നാനോസെക്കൻഡ് മാത്രമാണ് പൈ മീസോണിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 26 നാനോസെക്കൻഡ് എന്ന് പറയുന്ന ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റെസ്റ്റ് എനർജി നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റെസ്റ്റ് എനർജി മെഷർ ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറയുന്നത് 26 നാനോസെക്കൻഡാണ്. അപ്പോൾ അവിടെയാണ് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, സോ ഇഫ് ദ ചാർജ്ഡ് പൈ മീസോൺ ലീവ്സ് ഫോർ 26 നാനോസെക്കൻഡ് വി ഹാവ് ഓൺലി ദാറ്റ് മച്ച് ടൈം എന്ന് വെച്ചാൽ 26 നാനോസെക്കൻഡേ നമ്മുടെ മുമ്പിലുള്ളൂ. വി ഹാവ് ഓൺലി ദാറ്റ് മച്ച് ടൈം ഇൻ വിച്ച് ടു മെഷർ ഇറ്റ്സ് റെസ്റ്റ് എനർജി. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ നമ്മളോട് എന്താ പറയുന്നത്? എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ tells us that any energy measurement done in a time ഡെൽറ്റ ടി ടൈമിനുള്ളിൽ നമ്മളൊരു എനർജി മെഷർ ചെയ്യാണ്, ഏത് പാർട്ടിക്കിളിൻ്റെ ആയിക്കോട്ടെ. ഡെൽറ്റ ടി ടൈമിനുള്ളിൽ നമ്മളൊരു എനർജി മെഷർമെൻറ്റ് നടത്തുമ്പോൾ അതിലുണ്ടാകാവുന്ന അൺസർട്ടനിറ്റി ഈസ് അൺസർട്ടൻ ബൈ ആൻ എമൗണ്ട് ഡെൽറ്റ ഇ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൽറ്റ ടി ടൈമിൽ ഒരു എനർജി മെഷർമെൻറ്റ് നടത്തിയാൽ ആ എനർജിയിലുണ്ടാകാവുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ആണ്. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് അൺസർട്ടനിറ്റി ഇൻ എനർജിയാണ്. അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എച്ച് ക്രോസ് ബൈ ഡെൽറ്റ ടി ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ ഇ നമ്മളോട് ഏത് യൂണിറ്റിൽ കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഡെൽറ്റ ഇ എന്ന് പറയുന്നത് MeVയിൽ കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എച്ച് ബാറിൻ്റെ വാല്യൂ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം എച്ച് ബാറിൻ്റെ വാല്യൂ ജൂൾ സെക്കൻഡിലും പറഞ്ഞിരുന്നു, അതേപോലെ ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡിലും അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രോൺ വോൾട്ടിൽ കാണാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് എച്ച് ബാറിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ രണ്ട് രീതിയിൽ കാണിക്കാം. നമ്മളിപ്പോൾ എ ആണല്ലോ ചെയ്യുന്നത്, ആദ്യത്തെ പൈ മീസോണ്ടാണ്. അപ്പോൾ ആദ്യത്തേത് ഞാൻ ജൂളിൽ ചെയ്തിട്ട് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തേത് മുതൽ ഞാൻ ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡിൽ കൊടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഡെൽറ്റ ഇ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ബാർ ബൈ ഡെൽറ്റ ടി. സോ എച്ച് ബാറിൻ്റെ വാല്യൂ 1.05 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 26 നാനോ സെക്കൻഡ് ആണ് ഇതിൻ്റെ ലൈഫ് ടൈം. എന്ന് വെച്ചാൽ 26 × 10⁻⁹ സെക്കൻഡ് ക്യാൻസൽ ആവും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് നമുക്ക് 0.040 × 10⁻25 ജൂൾ എന്ന് വരും. പക്ഷേ നമുക്ക് കാണേണ്ടത് ഏതിലാണ്? ഇലക്ട്രോൺ വോൾട്ടിലാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ജൂളിലാണ്. സോ 0.040 × 10⁻25 ജൂൾ
അതിനെ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ 2.5 ഇൻറ്റു 10⁻⁻8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇത് 2.5 ഇൻറ്റു നമുക്കറിയാം ഇതിനെ MEVയിലാണ് എഴുതുന്നതെങ്കിൽ MEVയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ 10⁻6 ഇലക്ട്രോൺ വോൾട്ടാണ് MEV. ഓക്കെ, അപ്പോൾ MEVയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 10⁻6 EV വേണം. അവിടെ 10⁻6 കൊടുത്തു കഴിയുമ്പോൾ താഴെ എന്ത് ചെയ്യേണ്ടി വരും? ഒരു 10⁻6 കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഈ 2.5 ഇൻറ്റു 10⁻6 EV എന്ന് പറയുന്നത് നമുക്ക് 2.5 MEV ആണെന്ന് എഴുതാം. പിന്നെ ബാക്കി 10⁻⁻8 ഡിവൈഡഡ് ബൈ 10⁻6 എന്ന് വെച്ചാൽ 10⁻⁻14 എന്ന് വരും. സോ 2.5 ഇൻറ്റു 10⁻14 MEV എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ഡെൽറ്റ ഇ മാത്രമല്ല കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ആൻഡ് ഓൾസോ എ ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്സ് റെസ്റ്റ് എനർജി എന്ന് വെച്ചാൽ എന്താ? ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്സ് റെസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ ഇ ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഡെൽറ്റ ഇ ബൈ ഇ ചെയ്യുമ്പോൾ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് 2.5 ഇൻറ്റു 10⁻⁻14 MEV ഡിവൈഡഡ് ബൈ ഇ എന്ന് പറയുന്നത് 140 MEV ആണ്. ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1.8 ഇൻറ്റു 10⁻⁻16, ഇവിടെ യൂണിറ്റ് ഒന്നുമില്ല കാരണം മുകളിലെ എനർജിയാണ് താഴെ എനർജിയാണ്. സോ ഇതൊരു റേഷ്യോയാണ്, അതുകൊണ്ട് 1.8 ഇൻറ്റു 10⁻⁻16 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ചാർജ്ഡ് പൈ മീസോണിൻ്റെ കേസിൽ ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അൺചാർജ്ഡ് പൈ മീസോണിൻ്റെ കേസിലാണ്. അവിടെയും നമുക്കറിയാം ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എച്ച് ബാർ ബൈ ഡെൽറ്റ ടി ആണ്. ഇവിടെ ഞാൻ ഈ എച്ച് ബാറിൻ്റെ വാല്യൂ മറ്റൊരു രീതിയിൽ, നമുക്ക് എച്ച് ബാറിൻ്റെ വാല്യൂ ഇലക്ട്രോൺ വോൾട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഈ കൺവേർഷൻ ഒഴിവായി കിട്ടും. എച്ച് ബാർ ഇലക്ട്രോൺ വോൾട്ടിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 6.58 ഇൻറ്റു, ഇത് ഓർത്തിരിക്കണം, 6.58 ഇൻറ്റു 10⁻⁻16 ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡ് എന്ന് എഴുതാം. ജൂൾ സെക്കൻഡിന് പകരം ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡിൽ കൊടുത്താൽ. ഡെൽറ്റ ടി എന്ന് പറയുന്നത് അൺചാർജ്ഡ് പൈ മീസോണിൻ്റെ കേസിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ലൈഫ് ടൈം 8.3 ഇൻറ്റു 10⁻⁻17 സെക്കൻഡാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡും ക്യാൻസൽ ആവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.9 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഇത് 7.9 ഇൻറ്റു എത്ര വരും? 10⁻⁻6 ഇൻറ്റു 10⁻6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കൊടുത്താൽ മതി, കാരണം 10⁻6 ഇലക്ട്രോൺ വോൾട്ടാണ് MEV. സോ ഇത് 7.9 ഇൻറ്റു 10⁻⁻6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് ഡെൽറ്റ ഇ ബൈ ഇ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഡെൽറ്റ ഇ ബൈ ഇ? ഡെൽറ്റ ഇ ഇപ്പോൾ 7.9 ഇൻറ്റു 10⁻⁻6 MEV ആണെന്ന് കിട്ടി. ഇതിൻ്റെ റെസ്റ്റ് എനർജി, അൺചാർജ്ഡ് പൈ മീസോണിൻ്റെ റെസ്റ്റ് എനർജി ക്വസ്റ്റ്യനിൽ 135 MEV ആണെന്ന് പറയുന്നുണ്ട്. സോ ഇത് ചെയ്താൽ ഇതിൻ്റെ ആൻസർ നമുക്ക് 5.9 ഇൻറ്റു 10⁻⁻8 എന്ന് കിട്ടും. ഓക്കെ, നൗ സി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് റോ മീസോണിൻ്റെ കേസിലാണ്. റോ മീസോണിൻ്റെ കേസിൽ നമുക്ക് അൺസർട്ടൻറ്റി ഇൻ എനർജി എന്ന് പറയുന്നത് എങ്ങനെ കാണാം? എച്ച് ബാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി കാണാം. എച്ച് ബാർ എന്ന് പറയുന്നത് ഞാൻ ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡിൽ കൊടുക്കുന്നു, 6.58 ഇൻറ്റു 10⁻⁻16 ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇവിടെ 4.4 ഇൻറ്റു 10⁻⁻24 സെക്കൻഡാണ്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 150 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ ഇ എന്ന് പറയുന്നത് നമുക്ക് 150 MEV ഡിവൈഡഡ് ബൈ 765 MEV. കാരണം റെസ്റ്റ് എനർജി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, റോ മീസോണിൻ്റെ 765 MEV ആണ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ 0.2 എന്ന് കിട്ടും. ഇനി നമുക്കിത് തമ്മിൽ ഒരു കമ്പാരിസൺ, ഓക്കെ, ഒരു കമ്പാരിസൺ നടത്തി നോക്കിയാൽ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് പറയാനാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ചാർജ്ഡ് പൈ മീസോണാണ്. ഓക്കെ, ഒരു ചാർജ്ഡ് പൈ മീസോൺ. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഒരു അൺചാർജ്ഡ് പൈ മീസോണാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഒരു റോ മീസോണാണ്. ഓക്കെ, ഈ ചാർജ്ഡ് പൈ മീസോണിൻ്റെ കേസിൽ ചാർജ്ഡ് പൈ മീസോണിൻ്റെ ഓക്കെ, ഇതിൽ ഓരോന്നിൻ്റെയും ഡെൽറ്റ ടി വാല്യൂ എത്രയായിരുന്നു? ഓക്കെ, നമ്മളിവിടെ ഡെൽറ്റ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ലൈഫ് ടൈമാണ്. ഓക്കെ, ഇതിൻ്റെ ലൈഫ് ടൈം എത്രയായിരുന്നു? ആദ്യത്തെ ചാർജ്ഡ് പൈ മീസോണിൻ്റെ കേസിൽ അത് 26 ഇൻറ്റു 10⁻⁻9 സെക്കൻഡ്, 26 നാനോ സെക്കൻഡ്. രണ്ടാമത്തെ അൺചാർജ്ഡ് പൈ മീസോണിൻ്റെ കേസിൽ അത് 8.3 ഇൻറ്റു 10⁻⁻17 സെക്കൻഡാണ്. റോ മീസോണിൻ്റെ കേസിൽ നമുക്കത് 4.4 ഇൻറ്റു 10⁻⁻24 സെക്കൻഡാണ്. ഇനി നമ്മളിവിടെ അൺസർട്ടനിറ്റി ഇൻ എനർജി കാൽക്കുലേറ്റ് ചെയ്തല്ലോ, അത് ഓരോന്നിലും എത്രയാണ് വന്നത്? ആദ്യത്തെ കേസിൽ
ആദ്യത്തെ കേസിൽ അൺസർട്ടൻറ്റി എനർജി എന്ന് പറയുന്നത് 2.5 × 10⁻14 MeV ആണ്. രണ്ടാമത്തെ കേസിൽ അത് 5.9 × 10⁻8 MeV ആണ്. മൂന്നാമത്തെ കേസിൽ അത് 150 MeV ആണ്. ഓക്കെ, ഇനി ഇതേപോലെ നിങ്ങളിവിടെ ഡെൽറ്റ E/E കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ E/E എന്ന് പറയുന്നത് ഓരോ കേസിലും എത്രയാണ് വരുന്നത്? ആദ്യത്തെ കേസിൽ ഡെൽറ്റ E/E എന്ന് പറയുന്നത് 1.8 × 10⁻16 ആണ്. രണ്ടാമത്തെ കേസിൽ അത് 5.9 × അപ്പം രണ്ടാമത്തെ കേസിൽ ഡെൽറ്റ E ഇതല്ലായിരുന്നു. ഡെൽറ്റ E എന്ന് പറയുന്നത് 7.9 × 10⁻6 MeV ആണ് കേട്ടോ. 7.9 മാറ്റി എഴുതാം. 7.9 × 10⁻6 MeV ആണ്. ഈ കേസിലെ ഡെൽറ്റ E/E 5.9 × 10⁻8 ആണ്. ദെൻ മൂന്നാമത്തെ കേസിൽ റോ മീസോണിൻ്റെ ഡെൽറ്റ E 150 MeVയും ഡെൽറ്റ E/E എന്ന് പറയുന്നത് 0.2 ആണ്. ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഒന്ന്, ഇതിൽ ലൈഫ് ടൈം ഏറ്റവും കുറവ് ഏതിനാണ്? റോ മീസോണിനാണ് ലൈഫ് ടൈം ഏറ്റവും കുറവ്. ഓക്കെ, ഇതിൽ തന്നെ ലൈഫ് ടൈം കൂടുതലുള്ളത് ഏതിനാണ്? ചാർജ്ഡ് പൈ മീസോണിനാണ് ലൈഫ് ടൈം കൂടുതലുള്ളത്. അപ്പോൾ ചാർജ്ഡ് പൈ മീസോണിന് ലൈഫ് ടൈം കൂടുതലുള്ളതിൻ്റെ അൺസർട്ടനിറ്റി ഇൻ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറവായിട്ട് കാണാം. അതായത് ചാർജ്ഡ് പൈ മീസോണ് 26 × 10⁻9 സെക്കൻഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ ലൈഫ് ടൈമാണ്. ആ കൂടുതൽ ലൈഫ് ടൈം ഉള്ളതിൻ്റെ അൺസർട്ടനിറ്റി ഇൻ എനർജി എന്ന് പറയുന്നത് കുറവാണ്. അതേസമയം റോ മീസോണിൻ്റെ കേസിൽ 4.4 × 10⁻24 സെക്കൻഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ലൈഫ് ടൈം ഏറ്റവും കുറവാണ്. ആ കേസിൽ അൺസർട്ടനിറ്റി ഇൻ എനർജി വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഈ അൺസർട്ടനിറ്റി ഇൻ എനർജി എന്ന് പറയുന്നത് എനർജിയിലുണ്ടാകാവുന്ന അൺസർട്ടനിറ്റി ഈ കേസിൽ അത് വെറും 2.5 × 10⁻14 MeV ആണെന്ന് വെച്ചാൽ വളരെ കുറവാണ്. അതായത് -14 MeV എന്നൊക്കെ പറയുന്ന ഒരു ലൈഫ് ടൈം നമുക്ക് മെഷർമെൻറ്റ് നടത്തി കണ്ടുപിടിക്കാം. അതായത് മെഷർ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, കാരണം അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ അല്ല എന്നുള്ളതാണ്. അതേസമയം ഒരു അൺചാർജ്ഡ് പൈ മീസോണിൻ്റെ കേസിൽ വരുമ്പോൾ അത് 10⁻6 എന്ന് വെച്ചാൽ മൈക്രോ റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലബോറട്ടറി സെറ്റപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അൺസർട്ടനിറ്റി ഇൻ എനർജി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം ഇവിടെ വരുമ്പോൾ എന്താണ്, റോ മീസോണിൻ്റെ കേസിൽ അതിൻ്റെ അൺസർട്ടനിറ്റി ഇൻ എനർജി എന്ന് പറയുന്നത് 150 MeV ആണ്. ഇനി നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചാർജ്ഡ് പൈ മീസോണിൻ്റെ റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് 140 MeV ആണ് റെസ്റ്റ് എനർജി. അതായത് ഇതിൽ ഓരോന്നിൻ്റെയും ഈ വാല്യൂ ആണ് ഞാൻ പറയുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് ഇതിന് 140 MeV ആണ്. 140 MeV റെസ്റ്റ് എനർജി ഉള്ള ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ അൺസർട്ടനിറ്റി ഇൻ എനർജി 2.5 × 10⁻14 എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇനി അൺചാർജ്ഡ് പൈ മീസോണിൻ്റെ കേസിൽ ഇതിൻ്റെ റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് 135 MeV ആണ്. അപ്പോൾ 135 MeV ഉള്ള ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ അൺസർട്ടനിറ്റി ഇൻ എനർജി 7.9 × 10⁻6 MeV എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. അതേസമയം റോ മീസോണിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എനർജി, അതായത് റെസ്റ്റ് എനർജി വാല്യൂ 765 MeV ആണ്. പക്ഷേ അൺസർട്ടനിറ്റി ഇൻ എനർജി എത്രയായി? 150 MeV ആയി. അപ്പോൾ 765 MeV ഉള്ള ഒരു പാർട്ടിക്കിളിന് അൺസർട്ടനിറ്റി ഇൻ എനർജി 150 MeV വരിക എന്ന് പറഞ്ഞാൽ 765 ± 150 എന്ന് പറയുന്ന റേഞ്ചിൽ വരും. അതൊരു വലിയ റേഞ്ചാണ്. എന്ന് വെച്ചാൽ ഇവിടെ അൺസർട്ടനിറ്റി, അതായത് ലൈഫ് ടൈം വളരെ കുറവുള്ള ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അൺസർട്ടനിറ്റി ഇൻ എനർജി എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറായിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈം വളരെ കുറഞ്ഞ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അത് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഇനി അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന ഈ രീതിയിൽ അങ്ങ് പറഞ്ഞു പോവാം. ഇൻ ദ ഫസ്റ്റ് കേസ്, ഏതാ ഫസ്റ്റ് കേസ്? ചാർജ്ഡ് പൈ മീസോൺ. ഇൻ ദ ഫസ്റ്റ് കേസ് ലൈഫ് ടൈം ഓഫ് ചാർജ്ഡ് പൈ മീസോൺ ഈസ് മോർ. ദെർഫോർ ആ കേസിൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. ഡെൽറ്റ ഇ ഈസ് സ്മോൾ. ദാറ്റ് ഈസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ does not give a large enough
എഫക്റ്റ് ടു ബി മെഷർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു വലിയ എഫക്റ്റ് ഈ ആദ്യത്തെ ചാർജ്ഡ് പൈ മീസോണിൻ്റെ കേസിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കൺക്ലൂഷൻ. ഞാൻ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ അൺചാർജ്ഡ് മീസോണിൻ്റെ കേസിൽ, ഇൻ ദ സെക്കൻഡ് കേസ് ലൈഫ് ടൈം ഓഫ് uncharged pi meson is less compared to charged pi meson. ചാർജ്ഡ് pi meson വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ലൈഫ് ടൈം കുറവാണ്. therefore നമ്മളിവിടെ കണ്ടു ഡെൽറ്റ ഇ ഈസ് മോർ. എത്രയാണ് അത്? 7.9 × 10⁻⁻6 MeV ആണ്. എന്ന് വെച്ചാൽ അത് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ദാറ്റ് അപ്രോച്ചസ് ദി ലിമിറ്റ് ഓഫ് അവർ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ലിമിറ്റിലേക്ക് വരുന്നുണ്ട്. അതേസമയം ആദ്യത്തെ കേസിൽ അത് 10⁻⁻14 ആയിരുന്നു. നമ്മുടെ ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ റേഞ്ചിലേ വരുന്നില്ല. സോ ദ ലിമിറ്റ് ഓഫ് അവർ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് might be observed in laboratory. അത് ഒരു ലബോറട്ടറിയിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റേഞ്ചാണ്. ഇനി തേർഡ് കേസ്, അതായത് റോ മീസോൺ. ഇൻ ദ തേർഡ് കേസ് ലൈഫ് ടൈം ഓഫ് ദിസ് റോ മീസോൺ ഈസ് വെരി ലെസ്, വളരെ ചെറുതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, വെരി ലാർജ്. therefore the lifetime of a very short lived particle, റോ മീസോണിനെ പോലെ വളരെ ഷോർട്ട് ലീവ്ഡ്, വളരെ ലൈഫ് ടൈം കുറഞ്ഞ പാർട്ടിക്കിളുകൾക്ക്, വെരി ഷോർട്ട് ലീവ്ഡ് പാർട്ടിക്കിൾ such as റോ മീസോൺ cannot be measured directly. അതായത് എന്താണ് ലൈഫ് ടൈം? ഓക്കെ, അതായത് അത് വേറൊരു ഐഡിയ ആണ്. അതായത് റോ മീസോണിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 4.4 × 10⁻⁻24 സെക്കൻഡാണ്. ഈ 10⁻⁻24 സെക്കൻഡ് എന്നൊക്കെ പറയുന്ന ഒരു ലൈഫ് ടൈം ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ നിലവിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് അത്രയും ചെറിയൊരു ലൈഫ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ റോ മീസോണിൻ്റെയൊക്കെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 10⁻⁻24 സെക്കൻഡാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്? അത് ഇതിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ്. എങ്ങനെയാണ് റിവേഴ്സ് പ്രോസസ്സ്? ആ റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്ന ഇതാണ്. ഇങ്ങനെയാണ്, വി റിവേഴ്സ് ദ പ്രൊസീജിയർ. നമ്മൾ ഈ പ്രൊസീജിയർ റിവേഴ്സ് ചെയ്യും. നമ്മളിപ്പോൾ ചെയ്ത പ്രൊസീജിയർ റിവേഴ്സ് ചെയ്യും. എന്ന് വെച്ചാൽ ആദ്യം മെഷർ ദ റെസ്റ്റ് എനർജി. നമ്മൾ ഇതിൻ്റെ റെസ്റ്റ് എനർജി മെഷർ ചെയ്യും. റെസ്റ്റ് എനർജി മെഷർ ചെയ്യാൻ നമുക്ക് റെസ്റ്റ് മാസ് അറിഞ്ഞാൽ മതി. ഈ പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ ഇതിൻ്റെ റെസ്റ്റ് എനർജി അങ്ങോട്ട് മെഷർ ചെയ്യും. ഇപ്പോൾ ഈ റെസ്റ്റ് എനർജി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ, നമ്മൾ നേരത്തെ ഈ മൊമെൻറ്റം മെഷർമെൻറ്റിൻ്റെ കേസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ കേസ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇതേപോലെ നിങ്ങളൊരു പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് എനർജി മെഷർ ചെയ്യാമെന്ന് വിചാരിച്ചോ. ഈ റെസ്റ്റ് എനർജി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് മുമ്പേ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു ബെൽ കർവ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കർവാണ് കിട്ടുക. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നു? ഈ പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് എനർജി മെഷർ ചെയ്യുന്നു. വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഓഫ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലുള്ളൊരു കർവായിരിക്കും. ഈ കർവിൽ നിന്നും ഈ വിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ വിട്ട് എന്ന് പറയുന്നത്, ഈ വിട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ഇ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഫ്രം ദി സ്റ്റാറ്റിസ്റ്റിക്കൽ കർവ് we estimate ഡെൽറ്റ ഇ മെഷർ ചെയ്യും. ഡെൽറ്റ ഇ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺസർട്ടനിറ്റി റിലേഷൻ ഉണ്ട്. യൂസിങ് എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ. എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്ന് പറയുന്ന റിലേഷനിൽ നിന്നും ഡെൽറ്റ ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഡെൽറ്റ ടി ഈസ് കാൽക്കുലേറ്റഡ്. ഈ രീതിയിൽ നമ്മൾ ഡെൽറ്റ ടി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും എന്താണ്
ഈ രീതിയിൽ നമുക്ക് ലൈഫ് ടൈം വളരെ കുറവുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ ലൈഫ് ടൈം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ, എനർജി ടൈം അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ലൈഫ് ടൈം വളരെ കുറവുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ കേസിൽ അതിൻ്റെ റെസ്റ്റ് എനർജി എസ്റ്റിമേറ്റ് ചെയ്ത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അതിൻ്റെ ലൈഫ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് അനദർ ആപ്ലിക്കേഷൻ. നൗ നമ്മൾ മൂന്നാമത് മറ്റൊരു പ്രോബ്ലം, ഇത് അടുത്തൊരു പ്രോബ്ലമാണ്. ഇതൊരു ആപ്ലിക്കേഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, മറിച്ച് നമ്മളൊരു പൊസിഷൻ മൊമെൻ്റ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടൊരു പ്രോബ്ലമാണ്. എസ്റ്റിമേറ്റ് ദ മിനിമം വെലോസിറ്റി ദാറ്റ് വുഡ് ബി മെഷേർഡ് ഫോർ എ ബില്യാർഡ് ബോൾ. ഒരു ബില്യാർഡ് ബോൾ, അതിൻ്റെ മാസ് 100 ഗ്രാമാണ്. ആ ബില്യാർഡ് ടേബിളിൻ്റെ ഡയമെൻഷൻ 1 മീറ്ററാണ്. അപ്പോൾ 1 മീറ്റർ ഡയമെൻഷനുള്ള ബില്യാർഡ് ടേബിളിൽ 100 ഗ്രാം മാസുള്ള ഒരു ബില്യാർഡ് ബോൾ അങ്ങനെയാണെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം വെലോസിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് ആണ്. അപ്പോൾ ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണെന്ന് പറയാം. എച്ച് ക്രോസിൻ്റെ വാല്യൂ 1.05 ഇൻറ്റു 10⁻⁻34 സെക്കൻഡാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബില്യാർഡ് ടേബിളിൻ്റെ ഡയമെൻഷൻ 1 മീറ്ററാണ്. അപ്പോൾ ആ 1 മീറ്റർ ഡയമെൻഷനുള്ള ടേബിളിൻ്റെ ഉള്ളിലാണ് ബില്യാർഡ് ബോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ് അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 1 മീറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ 1.05 ഇൻറ്റു 10⁻⁻34 മൊമെൻ്റം അല്ല, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു ഡെൽറ്റ വി എക്സ് ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന അൺസർട്ടൻറ്റി ഇൻ വെലോസിറ്റി, മിനിമം വെലോസിറ്റി കാണാനാണ്. സോ ഡെൽറ്റ വി എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ പി എക്സ് ഡിവൈഡഡ് ബൈ എം ആണെന്ന് കൊടുക്കാം. സോ ഇത് 1.05 ഇൻറ്റു 10⁻⁻34 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 100 ഗ്രാം എന്ന് വെച്ചാൽ 0.1 കിലോഗ്രാം. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 1.05 ഇൻറ്റു 10⁻⁻33 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അൺസർട്ടൻറ്റി ഇൻ വെലോസിറ്റി. അപ്പോൾ ഈ ഡെൽറ്റ വി എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഓർഡറിലായിരിക്കും? ഈ വി എക്സിൻ്റെ ഓർഡറിലായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ മിനിമം വെലോസിറ്റി, സോ ദ മിനിമം വെലോസിറ്റി ഓഫ് ബില്യാർഡ് ബോൾ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്രയാണെന്നാണ് കിട്ടിയത്? 1 ഇൻറ്റു 10⁻⁻33 മീറ്റർ പെർ സെക്കൻഡ്. വളരെ ചെറിയൊരു വാല്യൂ ആണ്. അതായത് ഒരു ബില്യാർഡ് ബോൾ 1 ഇൻറ്റു 10⁻⁻33 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ മൂവ് ചെയ്താൽ, അപ്പോൾ നമുക്കിങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് നമ്മൾ എന്തുപയോഗിച്ചാണ് ചെയ്തേ? അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ചെയ്തത്. അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം എഫക്റ്റാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടം പാർട്ടിക്കിളുകൾക്കാണ് ഇത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. സോ ദ ക്വാണ്ടം എഫക്ട്സ് എന്ന് വെച്ചാൽ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ suggests motion of billiard ball with a speed of 1 into 10⁻⁻33 second would move a distance of 1/100 of the diameter of an atomic nucleus in a time equal to the age of the universe. അതായത് നമ്മൾ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു ബില്യാർഡ് ബോളിൻ്റെ മിനിമം വെലോസിറ്റി എസ്റ്റിമേറ്റ് ചെയ്തു. അത് 1 ഇൻറ്റു 10⁻⁻33 സെക്കൻഡാണ്. ആ വെലോസിറ്റി ഉള്ള ഒരു ബില്യാർഡ് ബോൾ ഒരു ആറ്റത്തിൻ്റെ, ഒരു അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ 100 ഡയമെൻഷൻ, 100 ഡയമെൻഷൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിൻ്റെ ഏജ് എന്ന് വെച്ചാൽ അത്രയും വലിയ ഒരു ടൈം എടുക്കും. കാരണം ഇതിൻ്റെ വെലോസിറ്റി അത്രയും ചെറുതാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ക്വാണ്ടം എഫക്ട്സ് ആർ നോട്ട് ഒബ്സർവബിൾ. എവിടെ ഒബ്സർവ് ചെയ്യുന്നില്ല? ക്വാണ്ടം എഫക്ട്സ് ആർ നോട്ട് ഒബ്സർവബിൾ വിത്ത് മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്. മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുകളുടെ കേസിൽ ഈ ക്വാണ്ടം എഫക്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നാണ്. അതായത് ഈ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളൊക്കെ കൊണ്ട് നമ്മൾ മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുകളിൽ അപ്ലൈ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. മറിച്ച് ഇത് എവിടെയാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്? ക്വാണ്ടം എഫക്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് ക്വാണ്ടം പാർട്ടിക്കിൾസിലാണ്, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിളുകളിലാണ്, അല്ലെങ്കിൽ അറ്റോമിക് ഡയമെൻഷനുകളിലാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസും അതുമായി
ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോബ്ലംസുമാണ്. ഓക്കെ, സോ നമുക്ക്